ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയേണ്ടും വണ്ണം തിരിച്ചറിയുവാൻ കഴിയാത്ത അനേക അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ എന്താണ് ജീവിത യാഥാർത്ഥ്യം? ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായി മനുഷ്യൻ്റെ അവസ്ഥ. നാം എത്ര ഉന്നതമായ ജീവിത നിലവാരത്തിലും വലിയ സാഹചര്യങ്ങളിലും നാം ആയിരുന്നാലും, അതെ, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതെ, കഷ്ടത എന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ അവസ്ഥയെയും യാഥാർത്ഥ്യത്തെയും ദൈവിക അധികാരത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ശക്തിയും യാഥാർത്ഥ്യവും മനസ്സിലാക്കി ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കുമെങ്കിൽ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ കഷ്ടത നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും തീപ്പൊരിക്കുണ്ടാകുന്ന ആയുസ് മാത്രമേ നമ്മുടെ കഷ്ടതയ്ക്കുണ്ടാകൂ. എന്താണ് തീപ്പൊരിയുടെ ആയുസ്? കേവലം 1-2 നിമിഷം കൊണ്ട് തീപ്പൊരി അണഞ്ഞു പോകും. കാരണം അത് ഉത്ഭവിക്കുന്ന സോഴ്സിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥയിലാണ് തീപ്പൊരി പറന്നുയരുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൽ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഒരുവൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവഹിതത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ദൈവത്തിന് സകലതും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സകലതും നഷ്ടപ്പെട്ടിടത്തു നിന്ന് ദൈവം ഇയ്യോബിന് മടക്കി കൊടുക്കുകയാണ്. പിന്നെയും ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, ദൈവം തരുന്നു, ദൈവം എടുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വ്യക്തമായി ഇയ്യോബിനുണ്ടായിരുന്നു. അതെ, പിന്നെയും ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നു, 2-ാം അധ്യായം 10-ാം വാക്യം, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൂടെ നാം അനുഭവിക്കേണ്ടുന്നതല്ലയോ? അതെ, നമ്മുടെയും ജീവിതത്തിൽ നന്മ മാത്രമല്ല തിന്മയും കൂടെ നാം അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെല്ലാം പോകുകയും നാം പ്രശ്നങ്ങളെ അതിജീവിച്ച് ഓരോ ദിവസവും ജയാളികളായി മുൻപോട്ട് പോവുകയും ചെയ്യും.